നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ലോക വാഹന മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ സംഭാവനയാണ് ഓട്ടോറിക്ഷകൾ എന്നറിയപ്പെടുന്ന മുച്ചക്ര വാഹനങ്ങൾ. ലോകത്തിലെവിടെ പോയാലും, പ്രത്യേകിച്ച് കുറച്ച് ദരിദ്ര രാജ്യങ്ങളിൽ എവിടെ പോയാലും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഓട്ടോറിക്ഷകൾ വ്യാപകമായിട്ട് കാണാം. ഉദാഹരണമായിട്ട് ശ്രീലങ്ക, അതുപോലെ ആഫ്രിക്കൻ കൺട്രികൾ, കൂടാതെ സൗത്ത് അമേരിക്കയിലെ ചില രാജ്യങ്ങൾ, അവിടെയെല്ലാം നമ്മുടെ ഓട്ടോറിക്ഷകൾ കാര്യമായിട്ട് ഓടുന്നുണ്ട്. ടാൻസാനിയയിൽ പോയപ്പോൾ, ആഫ്രിക്കയിലെ ടാൻസാനിയ പോയപ്പോൾ അവിടുത്തെ രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടത്, അവിടുത്തെ ഓട്ടോറിക്ഷകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റിവിടുന്ന ഓട്ടോറിക്ഷകൾ അവർ വിളിക്കുന്ന ബജായ് എന്നാണ്. കാരണം ബജാജിൻ്റെ ഓട്ടോറിക്ഷകളാണ് ആദ്യമായിട്ട് അവിടെ എത്തിയത്. പിന്നീട് TVS ഒക്കെ കാര്യമായ രീതിയിൽ അവിടെ എത്തിയെങ്കിലും ബജാജാണ് ആദ്യമായിട്ട് അവിടെ ഓട്ടോറിക്ഷകൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളെയും അവർ ബജായ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ മുച്ചക്ര വാഹനങ്ങളെയും അവർ ബജായ് എന്നാണ് വിളിക്കുന്നത്. ആ തരത്തിൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന, ഇന്ത്യയുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന വാഹനങ്ങളാണ് ഓട്ടോറിക്ഷകൾ. ആദ്യകാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ ഈ ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഓട്ടോറിക്ഷകൾ കയറി തുടങ്ങിയ കാലത്ത് വളരെ മോശം അവസ്ഥയിലായിരുന്നു ഓട്ടോറിക്ഷകൾ. അതായത് ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോറിക്ഷകളായിരുന്നു അന്നുണ്ടായിരുന്നത്. കാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരള ഓട്ടോ ലിമിറ്റഡിൻ്റെ ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോറിക്ഷകൾ, അതുപോലെ തന്നെ API, ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയിലെ API എന്ന് പറയുന്ന കമ്പനിയുടെ ഓട്ടോറിക്ഷകൾ, ഇതെല്ലാം ഈ ചാടി കുതിര ചാടുന്ന പോലുള്ള പോക്കായിരുന്നു. നമ്മൾ പിൻഭാഗത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവശതയാകുമായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ബജാജിൻ്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷകൾ, RE എന്ന് പറയുന്ന ഓട്ടോറിക്ഷകൾ വരികയും ഓട്ടോറിക്ഷകളിലെ യാത്ര കുറച്ചൊക്കെ സുഖപ്രദമാവുകയും ചെയ്തത്. എന്തായാലും വീണ്ടും കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലം വന്നിരിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രിക് വാഹന യുഗം ഓട്ടോറിക്ഷകളിലേക്കും കടന്നു വന്നിരിക്കുന്നു. ധാരാളം കമ്പനികൾ ഇലക്ട്രിക് ഓട്ടോകൾ ഇപ്പോൾ നിർമ്മിച്ചു വരുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായൊരു കമ്പനി നിർമ്മിച്ച ഓട്ടോറിക്ഷ, അതാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പേര് നിങ്ങൾ കാണുന്നില്ല, മഹീന്ദ്ര ട്രിയോ പ്ലസ് എന്നാണ്. മഹീന്ദ്രയുടെ വാഹനമാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ നിർമ്മാണ നിലവാരവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയൊക്കെ എത്രത്തോളം മുന്നിലായിരിക്കുമെന്നുള്ള കാര്യം. മറ്റൊരു കാര്യമുള്ളത്, ഓട്ടോറിക്ഷകളിലെ ഏറ്റവും വലിയ വാഹനമാണ് ഇതെന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള വാഹനമാണ്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാമെന്ന് മാത്രമല്ല, പിൻഭാഗത്ത് നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ അവിടെ സാധനങ്ങൾ വേണമെങ്കിലും സൂക്ഷിക്കാവുന്ന അത്രയും സ്ഥലമുള്ള ഒരു ഓട്ടോറിക്ഷയാണിത്. 150 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച്. ഏതാണ്ട് 3 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആകും. ഇത്രയാണ് നമുക്ക് പ്രാഥമികമായിട്ടും പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള 150 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്ന മോശമല്ലാത്ത റേഞ്ചോട് കൂടിയ മഹീന്ദ്ര ട്രിയോ പ്ലസിനെ നമുക്കിനി ഒന്ന് പരിചയപ്പെടാം. രണ്ടായിരത്തി 2018 ആദ്യമായിട്ട് മഹീന്ദ്ര ഇലക്ട്രിക് വാഹന രംഗത്തേക്ക്, ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാഹന രംഗത്തേക്ക് കടന്നത്. അന്ന് വന്നത് ട്രിയോ എന്ന് പറയുന്ന ഈ ഒരു വാഹനം തന്നെയാണെങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് അന്ന് ഫൈബർ ബോഡി ആയിരുന്നു എന്നുള്ള കാര്യമാണ്. ഫൈബർ ബോഡി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഗതാഗത രീതി വെച്ച് നോക്കുമ്പോൾ അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. അതിനുശേഷം ഇപ്പോഴാണ് ഈ ട്രിയോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റൽ ബോഡിയാണ് എന്നുള്ള കാര്യമാണ്. അതായത് ഇത് തുരുമ്പ് പിടിക്കാത്ത, അങ്ങനെ ആൻറ്റി ഡെൻറ്റ്, ആൻറ്റി കൊറോഷൻ എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. അങ്ങനെയുള്ള മെറ്റൽ ബോഡിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന് ഹാർഡ് ടോപ്പും ഉണ്ട്, സോഫ്റ്റ് ടോപ്പും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം സോഫ്റ്റ് ടോപ്പ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോഫ്റ്റ് ടോപ്പിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് വെയിറ്റ് ഒരല്പം കുറവായിരിക്കും വാഹനത്തിനെന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇതുമായിട്ട് ഈ വാഹനം കൊണ്ട് വന്ന ഡീലർഷിപ്പിൽ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ സോഫ്റ്റ് ടോപ്പ് ആണെന്നുള്ള കാര്യമാണ്. കാരണം ഇതിനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഫ്രീയുമായിരിക്കും. അപ്പോൾ ഈ 2018 ഈ വാഹനം വന്നതിന് ശേഷം 50,000 യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ഒട്ടും മോശമല്ല. കാരണം ഈ മറ്റേ കാറുകളുടെയോ അല്ലെങ്കിൽ സ്കൂട്ടറുകളുടെയോ ഒന്നും അത്രയും എളുപ്പത്തിൽ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ എത്തിക്കുക അത്ര എളുപ്പമല്ല. കാരണം പരമ്പരാഗതമായിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. തന്നെയുമല്ല, ഒരു ഉപജീവന മാർഗ്ഗമാണ് ഓട്ടോറിക്ഷ എന്നുള്ളതുകൊണ്ട് തന്നെ അതിലധികം പരീക്ഷണം നടത്താൻ എല്ലാവർക്കും പേടിയായിരിക്കും. എന്തായാലും മഹീന്ദ്രയുടെ വിശ്വാസത കൊണ്ടായിരിക്കാം ഈ വാഹനം പലരും വാങ്ങിച്ചു. അങ്ങനെ 50,000 പേര് ഈ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യമുള്ളത്, 1,10,00,000 കിലോമീറ്റർ ഈ വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇത്രയും പേര്, 50,000 പേര് ഓടിച്ച് 1,10,00,000 കിലോമീറ്റർ അങ്ങനെ വ്യാപകമായി ഓടിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടൊരു വാഹനമാണ് നമ്മളോടൊപ്പം ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് ഉപയോഗിക്കുന്ന സഹോദരന്മാരെല്ലാവരും കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം. എന്തായാലും ഓട്ടോറിക്ഷകളുടെ പരമ്പരാഗത രീതിയിൽ നിന്നും ഡിസൈൻ രീതിയിൽ നിന്നും കുറച്ചൊക്കെ വ്യതിചലിച്ചാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. കാണാം, അത് മുൻഭാഗം കാണുമ്പോൾ തന്നെ വ്യക്തമാകും.
ഇത്രയും വലിയൊരു വിൻഷീൽഡാണ്. അതായത് നല്ല വിസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് പറയേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഈ സൈഡൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് വിസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ് എപ്പോഴും ഓട്ടോറിക്ഷകളുടെ കാര്യത്തിൽ. കാഴ്ചയിലെ ഭംഗിയും മോശമല്ല, കളേഴ്സും മോശമല്ല. ഇവിടെയൊക്കെ ബ്ലൂ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ സാധാരണ രീതിയിലുള്ള ഹാലജൻ ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള എലമെൻസൊക്കെ ഭംഗിയായിട്ടുണ്ട്. മഹീന്ദ്രയുടെ ലോഗോയാണ് ഇവിടെ കാണുന്നത്. മഹീന്ദ്രയുടെ ലോഗോ നമുക്കറിയാമല്ലോ. ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ ട്വിൻ പീക്ക് എന്നൊക്കെ വന്നെങ്കിലും ഓട്ടോറിക്ഷകളിലേക്ക് അതൊന്നും വന്നിട്ടില്ല. ഇവിടെ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ബോർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ വളരെ വലിയ മഡ്ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ ഇപ്പോഴെന്താ ഫൈബർ തന്നെയാണ്. മെറ്റൽ ബോഡി ആണെങ്കിലും അവിടെ ഫൈബർ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ ഈ ഒരു ബ്ലൂ എലമെൻസ് ഒക്കെ കൊടുത്തത് ഭംഗിയായിട്ടുണ്ട്. അതുപോലെ വളരെ വലിയ ഒരു സിംഗിൾ വൈപ്പറാണ് കൊടുത്തിരിക്കുന്നത്. 2 ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടക്കണ്ണുകൾ പോലെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡ്രം ബ്രേക്കുകളാണ് മുൻഭാഗത്തും പിൻഭാഗത്തും കൊടുത്തിരിക്കുന്നത്. ഈ 12 ഇഞ്ച് ടയേഴ്സ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. കാരണം ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് ചെറിയ ടയേഴ്സായിരുന്നു എല്ലാ കാലത്തും ഈ ചാട്ടം, അതായത് നമ്മളെ ഒന്ന് ബമ്പി ആയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും വലിയൊരു വ്യത്യാസം ഇപ്പോൾ ഈ വലിയ ടയേഴ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി വാഹനം മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയൊരു ഓട്ടോറിക്ഷയാണ് എന്നുള്ള കാര്യം. 2073 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ ഓട്ടോറിക്ഷയേക്കാൾ 73 മില്ലിമീറ്റർ കൂടുതലുണ്ട്. കൂടാതെ 1.3 മീറ്റേഴ്സ് വിഡ്ത്തുണ്ട്, 1.7 മീറ്റേഴ്സ് ഹൈറ്റുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 142 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അത് ഈ ഇന്ത്യയിലെ എന്താ പറയുക അവസ്ഥകൾക്ക് തീർച്ചയായിട്ടും യോജിക്കുന്നതാണ്. പിന്നെ 2.9 മീറ്റേഴ്സിൽ ഈ വാഹനം തിരിച്ചെടുക്കാം, ഒറ്റയടിക്ക് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. 701 കിലോഗ്രാമാണ് വാഹനത്തിൻ്റെ ഭാരം. അപ്പോൾ ഈ തിരിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അപകടകരമായ ഒരു കാര്യം ഓട്ടോറിക്ഷക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓട്ടോറിക്ഷകൾ എപ്പോഴും ഈ റോഡിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് ഒരൊറ്റ തിരിച്ചിങ്ങനെ നിർത്തിയിട്ടാണ് പിന്നെ നോക്കുക ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ തിരിക്കാന്നുള്ളത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കുന്ന എപ്പോഴും അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പണ്ട് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് റോഡ് അപകടങ്ങളെ പറ്റി പരമ്പര ചെയ്തിട്ടുണ്ട്, മാതൃഭൂമി പത്രത്തിൽ. ആ സമയത്ത് നാറ്റ്പാക്കിൻ്റെയും അതുപോലെ തന്നെ അന്നത്തെ എൻ്റെ ഓർമ്മ ശരിക്കും ജേക്കബ് ന്യൂസാറായിരുന്നു അന്നത്തെ ട്രാഫിക്കിൻ്റെ IG. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ കാണുന്ന ഈ അപകടങ്ങളിൽ റോഡ് ആക്സിഡൻസിൽ വലിയൊരു ശതമാനത്തിലും ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത ഓട്ടോറിക്ഷകളുണ്ടെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. അതായത് ഒരു ഓട്ടോറിക്ഷയുടെ അങ്ങനെ നിന്നതിപ്പോൾ തിരിച്ചതോ അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും അപകടം ഉണ്ടായത്. പക്ഷേ പിന്നീട് ആ ഒരു അപകടത്തിൽ ഓട്ടോറിക്ഷ പക്ഷേ ഉൾപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും പിന്നീട് കുറ്റക്കാരായിട്ട് കാണുന്നുമില്ല. പക്ഷേ പിന്നാമ്പുറത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാകും. അതിൻ്റെ പേരിലായിരിക്കും ആക്സിഡൻറ്റ് നടന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ ഈ നിന്നതിപ്പോൾ തിരിക്കുന്ന പോലുള്ള പരിപാടികൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. മറ്റൊരു രസകരമായ കാര്യം ടാൻസാനിയയിലെ മലയാളികളും ഇന്ത്യക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ ഈ പൊതുവെ ആഫ്രിക്കയിലെ ഡ്രൈവേഴ്സ് കുറച്ച് മര്യാദക്കാരാണ്, മാന്യമായിട്ടൊക്കെ ഓടിക്കുന്നവരാണ്. പക്ഷേ ഈ ഇന്ത്യൻ ഓട്ടോറിക്ഷകൾ അവിടെ എത്തിച്ചു കഴിഞ്ഞിട്ട് അവരും ഓടിക്കുന്ന ഇന്ത്യയിലെ രീതിയിലാണ്. അപ്പോൾ ഇവരൊക്കെ കളിയാക്കി പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷകൾ കൊടുക്കുന്ന കൂട്ടത്തിൻ്റെ CD കൊടുക്കുമെന്നും ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് ഓടിക്കുന്നതെന്ന് മനസ്സിലാക്കി തരുന്നൊരു CD അത് നോക്കി മനസ്സിലാക്കിയിട്ട് ഇന്ത്യൻ രീതിയിലാണ് അവിടുത്തെ ഓട്ടോറിക്ഷകളും അവിടുത്തുകാർ ഓടിക്കുന്നതെന്നാണ് കളിയാക്കി പറയാറുള്ളത്. കാരണം ആ രീതിയിൽ കുത്തിത്തിരികലും പെട്ടെന്നുള്ള വളയ്ക്കലും എല്ലാം ഇപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരും ചെയ്യുന്നുണ്ട്. എങ്കിലും കുറച്ച് മര്യാദക്കാരായിട്ട് എനിക്ക് തോന്നിയത് ശ്രീലങ്കയിലെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ്. അവർ കാര്യം കുറേ ലൈറ്റൊക്കെ ഇട്ട് കളർഫുള്ളൊക്കെ ആക്കുമെങ്കിൽ പോലും ഓടിക്കുന്ന കാര്യത്തിൽ കുറച്ച് മര്യാദ ശ്രീലങ്കയിലുണ്ട്. എന്തായാലും സൈഡ് പ്രൊഫൈലിൽ ഈ പറഞ്ഞ പോലെ ഈ വലിപ്പമാണ് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നത്. 2073 മില്ലിമീറ്റർ വീൽ ബേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഉൾഭാഗത്തിരിക്കുമ്പോൾ ഇഷ്ടം പോലെ ലെഗ് സ്പേസ് കിട്ടും. ഇനി നമുക്ക് ഈ ഒന്ന് കയറി ഇരുന്ന് നോക്കാം. ഇവിടെ ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോഴും ഈ നമുക്കൊരു ഗുണകരമായിട്ട് തോന്നുന്നത് ഈ ഒരു സ്പേസ് തന്നെയാണ്. കണ്ടോ, സുഖമായിട്ട് നിവർന്നിരിക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ, ഡ്രൈവിംഗ് രീതി എന്ന് വയ്ക്കുകയാണെങ്കിൽ ഇതാ സ്വിച്ച് 2 തവണ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഓണായി കഴിഞ്ഞു, അല്ലെങ്കിൽ മോട്ടറൊക്കെ ഓണായി കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ 3 സ്വിച്ചുകൾ കാണാം നിങ്ങൾക്ക്. ഫോർവേഡ്, ന്യൂട്രൽ, റിവേഴ്സ്. അതിൽ ഫോർവേഡ് എന്നുള്ള ബ്രേക്ക് ചവിട്ടിയിട്ട് ഹാൻഡ് ബ്രേക്ക് അല്ലല്ലോ, കാലിലെ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടിയിട്ട് ഈ ഒരു ഫോർവേഡ് എന്നുള്ള ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓടാൻ സജ്ജനായി കഴിഞ്ഞു. പിന്നീട് ആക്സിലേറ്റർ കൊടുത്താൽ വാഹനം ഓടും. മറ്റു ഓട്ടോറിക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയൊന്നും മറ്റ് യാതൊരു തരത്തിലുള്ള പെഡലുകളും നിങ്ങൾക്ക് കാണാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഹാൻഡിൽ ബാറിലൊന്നും വേറൊരു കാര്യങ്ങളും ഇല്ല. കാരണം ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് കാലിൽ മാത്രമാണുള്ളത്. ഇനി ഇവിടെ വേറെ 2 സ്വിച്ചുകളുണ്ട്. ഒന്ന് ഇവിടെ എക്കോണമി, പിന്നെ ബൂസ്റ്റ്. ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇതിലേക്ക് മാറ്റിയിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി പവർ കിട്ടും, കുറച്ചുകൂടി സ്പീഡ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ഓടിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം. എന്തായാലും എക്കോണമി എന്നുള്ള മോഡിൽ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇവിടെ വളരെ ചെറിയൊരു TFT സ്ക്രീൻ കാണാം. അതിൽ എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട്, 139 കിലോമീറ്റർ ഓടാൻ ഇതിൻ്റെ ബാക്കിയുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇവിടെ അത് ഡിജിറ്റലിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ ഉള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബാറ്ററി ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാവുന്നത്.
പിന്നെ ഇവിടെ മൊബൈൽ ഫോണും മറ്റും സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. അവിടെ 12 വോൾട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വാഹനത്തിൻ്റെ രേഖകളും മറ്റും സൂക്ഷിക്കാവുന്ന രീതിയിൽ ഒരു ലോക്ക്ഡ് ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ RC ബുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ സൂക്ഷിക്കാം. വളരെ ഭംഗിയായിട്ടുള്ള വിശാലമായ രീതിയിലാണ് സൈഡ് വ്യൂ മിറേഴ്സ് 2 ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് കാണുന്ന പോലെ ഇവിടെ എല്ലാം ട്യൂബുലർ ഫ്രെയിമുണ്ട്. ട്യൂബുലർ ഫ്രെയിമൊക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു അപകടത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷിക്കാവുന്ന രീതിയിലാണ്. അതിലാണ് ഈ കനോപ്പിയൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കവചം, ഒരു ഇരുമ്പിൻ്റെ കവചം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്രയും സ്പേസ് ഉണ്ട്, സുഖമായി നിവർന്നിരുന്ന് ഓടിക്കാം. ഈ ഒരു കാലത്തും ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കൊന്നും ഒരു കംഫർട്ടും കൊടുക്കാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈവൻ ഒരു ചാർജർ പോലും തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. ഒരു ദിവസം മുഴുവൻ ഈ വാഹനത്തിൽ ചിലവഴിക്കുന്നവരാണല്ലോ ഇത് ഓടിക്കുന്നവർ, അവർക്ക് തീർച്ചയായിട്ടും ഗുണമുള്ള കാര്യമാണ്. പിന്നെ ഈ സൈഡിൽ ഹോണ്, പിന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്, ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയുള്ള ചെറിയ ഒരു ഹാൻഡിൽ ബാറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മുൻഭാഗത്ത് പറയാനുള്ളത്. പിന്നെ ഹൈറ്റ്, നല്ല ഹെഡ് റൂം ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. എത്ര ഉയരമുള്ളവർക്ക് വരുന്ന് ഓടിക്കാം. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഹാൻഡ് ബ്രേക്ക്. സാധാരണ നമ്മൾ ഡ്രൈവ് മോഡിലൊക്കെ ഇട്ടിട്ട് അറിയാതെ ഇറങ്ങിപ്പോയാലും വാഹനം ഓടാതിരിക്കാൻ വേണ്ടി ഹാൻഡ് ബ്രേക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി പിൻഭാഗത്ത് ഒരു ഡ്രൈവറുടെ ആംഗിളിൽ നിന്ന് മാറി യാത്രക്കാരൻ്റെ ആംഗിളിൽ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഈ ഓട്ടോറിക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പിന്നിൽ പാസഞ്ചേഴ്സ് ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ്. കാരണം സൈഡിലൊന്നും ഇത്തരത്തിലുള്ള ഡോറുകളൊന്നും പൊതുവെ ഓട്ടോറിക്ഷകൾക്കില്ല. ഒരു നല്ല വളവ് വീഴ്ച വേണമെങ്കിൽ തെറിച്ചു പോകാവുന്ന അവസ്ഥയാണ് പാസഞ്ചേഴ്സിൻ്റെ. പക്ഷേ ഈ വാഹനം ബിൽറ്റിനായിട്ട് തന്നെ വരുന്നത് ഇങ്ങനെ ഒരു ഡോറോട് കൂടിയാണ് വരുന്നത്. ഡോർ അടച്ച് തന്നെ വേണം നമുക്ക് ഉള്ളിൽ ഇരിക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ വളരെ സേഫാണ്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കണ്ടല്ലോ, ഇഷ്ടം പോലെയാണ് സ്പേസ്. ഇതിൻ്റെ ചാർജറാണ് കേട്ടോ, അത് പൊട്ടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അതിവിടെ ഇരിക്കട്ടെ. എന്തായാലും അത് നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്രയും വലിയൊരു സാധനം അവിടെ വെച്ചിട്ട് പോലും വീണ്ടും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. സുഖമായിട്ട് ചാരിയിരിക്കാം. സിംഗിളായിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ വളരെ സുഖപ്രദമായിട്ടിരിക്കാം. പക്ഷേ 3 പേർക്ക് സുഖമായിരിക്കാം. ഡ്രൈവർ വിത്ത് 3 പേരെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം ഇതിൽ ഈ സ്പേസ് തന്നെയാണ് നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. കാല് നീട്ടി വെച്ചിരിക്കാം, അതുപോലെ തന്നെ സാധനങ്ങൾ ഇവിടെ വയ്ക്കുകയും ചെയ്യാം. പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പിൻഭാഗത്ത് ഇവിടെ സ്റ്റെപ്പിനി ടയറുണ്ട്. അതുപോലെ തന്നെ ജാക്ക് ലിവറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റെപ്പിനി ടയറൊക്കെ എടുക്കാൻ എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരു പാഡ് ഇതിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പൊക്കിയെടുക്കാം. അതിൻ്റെ ഒരു എഫേർട്ടൊന്നുമില്ല. പിന്നെ മറ്റ് ചില ഓട്ടോറിക്ഷകളിൽ പിൻഭാഗത്ത് കുറച്ചുകൂടി ലഗേജ് സ്പേസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലാത്തത് ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടാതെ ഇത് ആവശ്യമാണല്ലോ, ഇത് ഓട്ടോറിക്ഷ ഇരിക്കുന്നവരെല്ലാം ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നൊരു സാധനമാണ്, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സ്പേസ് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് വളരെ സൈലൻ്റ് ആണല്ലോ. പിൻഭാഗത്തൊക്കെ ആണെങ്കിലും ഇരുന്ന ഒരു ശബ്ദമില്ല, ഒരു ചെറിയ മൂളൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു യാത്ര നമുക്കിതിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും വളരെ പ്ലസൻ്റാണ് ഈ വാഹനം എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഉൾഭാഗത്തെ കളേഴ്സ്, വൈറ്റ് കളേഴ്സൊക്കെ ആണെങ്കിലും ഈ ഒരു ബ്ലൂയിഷ് കളറാണെങ്കിലും എല്ലാം വളരെ ഭംഗിയുണ്ട്. വളരെ മനസ്സിന് സുഖം തരുന്ന കളേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കാം അല്ലേ. വേറെ ആയിട്ടുള്ള പിൻഭാഗത്തൊന്നും ഒന്നുമില്ല കേട്ടോ. പിൻഭാഗത്തൊന്നും തുറന്നൊന്നും കാണാനൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്നാലും പിൻഭാഗം നടന്ന് കാണണമല്ലോ. പിൻഭാഗം കൂടെ നടന്നു കണ്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഉൾഭാഗം ഒട്ടും മോശമല്ല എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇനി പിൻഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ സൈഡിലുള്ള ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക, വലിപ്പമുള്ളൊരു വാഹനമായതുകൊണ്ട് അതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെയൊക്കെ ചില ഗ്രാഫിക്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ കപ്പാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തുറക്കാനാവില്ല എന്നുള്ളതാണ്. മറ്റ് ഓട്ടോറിക്ഷകളുടെ കാര്യത്തിലുള്ള പ്രധാന പ്രശ്നം, ഏത് വഴി കൂടെയും പാസഞ്ചേഴ്സ് ചാടി കയറുന്നുള്ളതാണ്. ഇടതുവശത്ത് നിർത്തി ഇടതുവശം, വലതുവശത്ത് നിർത്തി വലതുവശം. പക്ഷേ ഇവിടെ അതൊന്നും പറ്റില്ല. വളരെ സേഫായിട്ട് ആ ഒരു സൈഡിൽ കൂടെ മാത്രമേ കയറാൻ പറ്റൂ എന്നുള്ളതും ഇതിനെ ഒരു സേഫ് വാഹനമാക്കുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഈ വലിപ്പം എത്ര വീതിയുള്ള വാഹനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ ഡിസൈൻ ഗിമ്മിക്സ് ഒന്നും ഇതിൻ്റെ അതില്ല. വളരെ ചെറിയൊരു ബമ്പർ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് വരിക. അതിനുള്ള ലൈറ്റ് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. മഹീന്ദ്ര എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട്. ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട്. സാമാന്യം വലിയ 2 ടെയിൽ ലാമ്പുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു ഗ്ലാസ് ഏരിയ പോലൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പിൻഭാഗത്തൊരു വണ്ടി പോകുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതാണ് ഇന്ത്യയുടെ ശബ്ദം എന്നെനിക്കിപ്പോൾ വിളിക്കാൻ തോന്നുന്ന ഓട്ടോറിക്ഷകൾ. എന്തൊരു ശബ്ദമാണ്! ശരിക്കും പറഞ്ഞാൽ ശബ്ദ മലിനീകരണം തന്നെയാണ് ആ ഡീസൽ ഓട്ടോറിക്ഷകൾ കാഴ്ചവെക്കുന്നത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം വളരെ സൈലൻ്റാണ്. അടക്കവും ഒതുക്കവുമുള്ള ഒരു വാഹനമാണ് തീർച്ചയായിട്ടും മഹീന്ദ്ര ട്രിയോ പ്ലസ്.
സസ്പെൻഷൻ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഗംഭീരമായ സസ്പെൻഷനാണ്. അതുപോലെ തന്നെ വെയിറ്റ്, നല്ല വെയിറ്റുള്ള വാഹനമാണ്. പ്രത്യേകിച്ച് ബാറ്ററി പാക്കൊക്കെ ഉള്ളതുകൊണ്ട് വെയിറ്റ് ഒട്ടും മോശമല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു സുഖം കൂടി ഉണ്ട് ഓടിക്കാനുള്ള കാര്യം സംശയമില്ല. എന്തായാലും ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും എല്ലാം വളരെ രസകരമായ ഒരു ഡ്രൈവാണ് സമ്മാനിക്കുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഞാൻ ഈ ഓട്ടോറിക്ഷകൾ ധാരാളം ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നിടത്തേക്കൊന്നും അല്ല പോകുക എന്നുള്ളതാണ്. ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഏത് തരത്തിലും ഓടിക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ഓട്ടോറിക്ഷകൾ. എപ്പോഴേയും തിരികെ രസകരമായിട്ടൊക്കെ ഓടിച്ചു പോകുന്ന കാണുമ്പോൾ എനിക്ക് കൊതി വരും. കൊതി മറ്റൊന്നുമല്ല, ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അത്രയും ഒരു കംഫർട്ട് കിട്ടാറേ ഇല്ല ഓട്ടോറിക്ഷകൾ ഓടിക്കുമ്പോൾ. പക്ഷേ എങ്ങനെയൊക്കെ അവർ ഗംഭീരമായിട്ട് ഓടിക്കുന്നു, ഒരു പരിചയത്തിൻ്റെ സംഭവമായിരിക്കും. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സ്പീഡൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഒരു കംഫർട്ട് പ്രശ്നം വരുന്നില്ല. പിന്നെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കൈക്കുള്ളിൽ വാഹനം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലും തീർച്ചയായിട്ടും ഈ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ തന്നെ വേണം. ഓട്ടോറിക്ഷകൾക്ക് ഈ ഒരു അമിതമായ പിക്കപ്പ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കും. കാരണം ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നതിലൊരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ആദ്യമായിട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളവരുടെ കയ്യിലേക്ക് ഭസ്മാസുരന് വരം കിട്ടുന്ന പോലെയാണ് നമ്മൾ പറയില്ലേ, ആ ഒരു പ്രശ്നം ഉണ്ടാവും. എന്നാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വളരെ ഇൻഷുറൻസ് മോശമല്ല, എങ്കിൽ പോലും കൈ പിടിക്കുന്നിടത്ത് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇവരെ ഈ ഓടിക്കുന്നയാളെ സംബന്ധിച്ചല്ല, വഴി നിൽക്കുന്നയാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സുരക്ഷിതമായൊരു കാര്യമാണ്. അപ്പോൾ 2 മോഡുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് എക്കണോമി, മറ്റൊന്ന് ബൂസ്റ്റ്. ഈ 2 മോഡുകളാണുള്ളത്. ഈ മോഡിൽ എക്കണോമി എന്ന മോഡിൽ പോവുകയാണെങ്കിൽ 45 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് കിട്ടുക. എന്നാൽ ബൂസ്റ്റ് എന്ന മോഡാണെങ്കിൽ 55 കിലോമീറ്റർ വേഗത മാക്സിമം സ്പീഡ് എടുക്കാൻ സാധിക്കും. 10.24 കിലോവാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 10 bhp ആണ് മാക്സിമം പവർ, 42 ന്യൂട്ടൺ മീറ്റർ മാക്സിമം ടോർക്ക്. 167 കിലോമീറ്ററാണ് ശരിക്കും പറഞ്ഞാൽ AI കൊടുത്തിരിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്, അപ്രൂവ് ചെയ്ത റേഞ്ച്. പക്ഷേ 150 കിട്ടുന്നുള്ളൂ എന്ന് കമ്പനി തന്നെ സമ്മതിക്കുന്നു. സത്യസന്ധമായിട്ട് 150 കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് സ്ഥിരമായിട്ട് ഓടിക്കുന്നവരും പറയുന്നത്. ഒരു 3 കിലോവാട്ടിൻ്റെ ചാർജറിൽ 3 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് വാഹനം ചാർജാക്കി എടുക്കാം. ഫാസ്റ്റ് ചാർജിങ് ഇല്ല, എങ്കിൽ പോലും 4 മണിക്കൂർ താഴെ മതി എന്നുള്ളത് മോശമല്ല. നമ്മളിപ്പോൾ രാവിലെ വളരെ നേരത്തെ ഈ വാഹനവുമായിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച് കുറച്ചുകൂടെ ചാർജ് ചെയ്ത് വീണ്ടും ഓടിക്കാൻ വേണ്ടി ഇറങ്ങാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അതുപോലെ വാഹനത്തിന് കൂടെ തന്നെ 15 ആംപിയറിൻ്റെ ഒരു ചാർജർ തരുന്നുണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ തരുന്നതാണ്. 12.45 ഡിഗ്രിയുടെ ഗ്രേഡബിലിറ്റി ഉണ്ട് ഈ വാഹനത്തിന്. കാരണം അങ്ങനെയുള്ള ഹൈറ്റിൽ കൂടി ഓടിച്ചു പോകാൻ പറ്റുന്ന വാഹനമാണ്. ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് ഹൈറ്റ് ഉള്ള റോഡിലൂടെ ഓടിച്ചു പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. വാഹനം നമ്മളൊരു കയറ്റത്ത് നിർത്തിയാൽ പിന്നിലേക്ക് ഉരുണ്ടു പോകില്ല. അതുമൊക്കെ കാറുകളിൽ കാണുന്ന കാര്യം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മോട്ടറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ വെള്ളക്കെട്ടിലൂടെ ഓടിയാൽ കുഴപ്പമില്ല. വലിയ പൊക്കത്തിലൂടെ ഓടിച്ചു പോകാമെന്ന് വിചാരിക്കേണ്ട. അത് ഇത്തരം വാഹനങ്ങൾക്ക് പറ്റിയതല്ലെന്ന് അറിയാമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാമല്ലോ, CNG ഓട്ടോറിക്ഷകൾ ഇപ്പോൾ ധാരാളമുണ്ട്. CNG ഓട്ടോറിക്ഷകൾ ഇന്നലെയൊക്കെ ഞാൻ എറണാകുളത്ത് ഒരു പമ്പിൽ ക്യൂ കിടക്കുന്നുണ്ട്. എനിക്ക് സങ്കടം തോന്നി. അത്രയധികം ക്യൂ ആണ് ഇപ്പോൾ CNG ഫില്ല് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള ഓട്ടോറിക്ഷകളെ സംബന്ധിച്ച് നോക്കിയാൽ അതോടെ കമ്പയർ ചെയ്താൽ പോലും ഒരു വർഷം 1.2 lakhs ലാഭം കിട്ടും ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നടന്നാൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 5 വർഷത്തിൽ ഏതാണ്ട് 6 ലക്ഷം രൂപ നിങ്ങൾക്ക് മിച്ചം വയ്ക്കാൻ പറ്റും. ഇത് ഡീസൽ ഓട്ടോറിക്ഷ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1.6 lakhs ആണ് നിങ്ങൾക്ക് ഒരു വർഷ ലാഭം കിട്ടുക എന്നാണ് പറയേണ്ടത്. കൂടാതെ ഇതിൻ്റെ കാര്യത്തിൽ 10 പൈസയേ ഉള്ളൂ കിലോമീറ്ററിന് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓടാനുള്ള കോസ്റ്റ് അല്ല, മെയിൻ്റനൻസ് കോസ്റ്റ്. പക്ഷേ ഡീസൽ ഓട്ടോറിക്ഷ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് വരും എന്നുള്ള കാര്യം. ഇതിനകത്ത് മെയിൻ്റനൻസ് ഒന്നും വരാനുമില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ലാഭമാണ്. കൂടാതെ 5 വർഷം അല്ലെങ്കിൽ 1,20,000 കിലോമീറ്റർ വാറണ്ടിയും കമ്പനി തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിങ്ങൾക്ക് തലവേദന ഇല്ലാത്തൊരു ജീവിതം ഈ ഒരു വാഹനം തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ലോൺ എടുക്കുകയാണെങ്കിൽ മാസം ഏതാണ്ട് 11,839 രൂപ, അതായത് 12,000 രൂപ താഴെയാണ് 3 വർഷത്തെ EMI. 4 വർഷമാണെങ്കിൽ അത് 19,000, 5 വർഷമാണെങ്കിൽ 8,000 രൂപയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം പൈസ മുഴുവനായിട്ട് കൊടുക്കാതെ തന്നെ വാങ്ങിക്കാം. അങ്ങനെ ലാഭകരമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് മുൻഭാഗത്ത് ഒരു ഫ്രണ്ട് ഡാമ്പറുണ്ട്, ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറുണ്ട്, ഹെലിക്കൽ സ്പ്രിങ്ങും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് ഹൈഡ്രോളിക് ഡാമ്പറുണ്ട്, റിജിഡ് ആക്സിൽ, അതുപോലെ തന്നെ ലീവ് സ്പ്രിങ്ങും. ഈ ഒരു ഡാമ്പർ ഉള്ളതുകൊണ്ടാണ് ഈ ചാട്ടം വളരെ കുറവുള്ളത്. സാധാരണഗതിയിൽ ഈ ഓട്ടോറിക്ഷകൾ എന്ന് പറയുന്ന ചാട്ടത്തിന് പേര് കേട്ടാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ചാട്ടം കുറവുണ്ട് എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ ഈ ഒരു സസ്പെൻഷനാണ്. അപ്പോൾ കുറച്ച് 3 പേരും കൂടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാലും അത്തരം എല്ലാ കാര്യങ്ങളിലും സാധാരണ ഓട്ടോറിക്ഷകളൊക്കെ വളരെ മുന്നിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്ഥിതി എന്നാണ് പറയേണ്ടത്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഓട്ടോറിക്ഷയൊന്നും ഓടിക്കുന്നവർക്ക് വലിയ വലിയ ആഡംബരങ്ങളോ സൗകര്യങ്ങളോ ഒന്നും വേണ്ടെന്നായിരുന്നു ഇത്രയും കാലം എല്ലാ വാഹന നിർമ്മാതാക്കളും തീരുമാനിച്ചിരുന്നു. പക്ഷേ മഹീന്ദ്രയ്ക്കായാലും വലിയ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ മറ്റു ചില പാസഞ്ചർ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ അതിലുമൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് ഡ്രൈവറുടെ കംഫർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡ്രൈവർക്ക് മാത്രമല്ല, ഡ്രൈവർക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം മര്യാദയ്ക്ക് വാഹനം ഓടിക്കുകയും വഴി കൂടെ നടക്കുന്നവരുടെ പോലും സുരക്ഷിതത്വം നോക്കുകയും ചെയ്യുള്ളൂ. നമുക്കറിയാം. അല്ലാതെ ഈ ചൂടത്തൊക്കെ ഇരുന്ന് വേർത്ത് ഒരു തരത്തിലൊന്ന് ഓടിച്ച് വീട്ടിലെത്തിച്ചാൽ മതി എന്നൊരവസ്ഥയിലിരിക്കുന്നവർക്ക് ഒരിക്കലും റോഡ് നിയമങ്ങളൊന്നും പാലിക്കാൻ ഒന്നും തോന്നുകയില്ല. പക്ഷേ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹീന്ദ്രയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്നത് നെമോ എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു കാര്യമാണ്. അതായത് ഇതൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ഓട്ടോറിക്ഷയുടെ കണക്ട് ചെയ്ത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനാവില്ലെങ്കിൽ ഈ വാഹനത്തിൽ ഇങ്ങനെ ഒരു ആപ്പുണ്ട്. ഇത് നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും, ഇതിൻ്റെ റേഞ്ച്, ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ, റോഡ് സൈഡ് അസിസ്റ്റൻസ്, അതുപോലെ തന്നെ നാവിഗേഷൻ, പിന്നെ വാഹനം എവിടെയാണ് എന്നുള്ള ട്രാക്കിംഗ് ഉള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ കിട്ടും. അങ്ങനെ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് പറയുന്നതും ഓട്ടോറിക്ഷകളുടെ കാര്യത്തിൽ വലിയൊരു കുതിച്ചാട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണിത്. 150 കിലോമീറ്റർ റേഞ്ച്, 4 മണിക്കൂറിൽ താഴെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ചാർജ് എടുക്കാം. പിന്നെ വാറൻറ്റി ആണെങ്കിലും ഇഷ്ടംപോലെ വാറൻറ്റി തന്നിട്ടുണ്ട്. ഒരു തരത്തിലും തലവേദന ഇല്ലാത്ത കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ വർഷം ലാഭിക്കുന്ന 1.5 ലക്ഷം രൂപയൊക്കെയാണ്. അതായത് CNG വാഹനത്തെക്കാളും വളരെ എഫക്റ്റീവായിട്ട്, വളരെ ലാഭകരമായിട്ട് കൊണ്ടു നടക്കാവുന്നൊരു വാഹനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഉപജീവന മാർഗ്ഗമായിട്ട് ഓട്ടോറിക്ഷയെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീശ കാലിയാകാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന വാഹനം എന്നാണ് പറയേണ്ടത്. 3,44,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം വില. അങ്ങനെ ലാഭം നോക്കുമ്പോൾ അതൊട്ടും കൂടുതലുള്ള ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും വേണ്ടി വരുന്നത്. അതിനുശേഷമുള്ള ചിലവുകളെല്ലാം കുറവായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ മഹീന്ദ്ര ട്രിയോ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് വാഹനം എന്നുള്ള കാര്യം. കാരണം നമ്മളൊക്കെ വളരെ കുറച്ച് നേരത്തേക്കാണ് വാഹനം ഓടിക്കുക. അതിനുശേഷം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ കമൻറ്റുകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഉണ്ടാകുന്ന നന്ദി. ബൈ.